നമസ്കാരം. ഒരു തവണ ആഘോഷിച്ച് പിന്നീട് മറക്കേണ്ടുന്ന ദിനങ്ങളല്ല ഈ വരുന്ന ജൂൺ മാസത്തിലുള്ളത്. 3 വിശേഷ ദിവസങ്ങളാണ് ഈ ജൂൺ മാസം. ജൂൺ 5-നാണ് പരിസ്ഥിതി ദിനം. ഒരാഴ്ച കഴിഞ്ഞ് ജൂൺ 12-ാം തീയതി യുവജന ദിനമാണ്. ഏതാണ്ട് 10 ദിവസം കഴിഞ്ഞ് യോഗാ ദിനവും. പരിസ്ഥിതി ഇല്ലാതെ നാമില്ല, നാം ഇല്ലാതെ പരിസ്ഥിതിയും. അതുകൊണ്ട് കഴിഞ്ഞ വർഷങ്ങളിൽ നട്ട ചെടികളെ പരിപാലിക്കാനും പുതുതായി ഈ വർഷവും വീണ്ടും ചെടികൾ നടാനും നമുക്ക് വിനിയോഗിക്കാം. പ്രായത്തെ ഒരു സംഖ്യയായി കണ്ട് മാനസികമായ യുവത്വം നിലനിർത്തിക്കൊണ്ട് ഈ യുവജന ദിനത്തിൽ നിങ്ങളും പങ്കാളികളാകുക. വളർന്നു വരുന്ന പുതിയ തലമുറയ്ക്ക് വേണ്ടുന്ന വെളിച്ചമേക്കുക. സ്വാമി വിവേകാനന്ദൻ്റെ ജന്മദിനമാണ് യുവജന ദിനമായി ആഘോഷിക്കുന്നത്. ജൂൺ 21 യോഗാ ദിനം. ആർക്കും എപ്പോഴും ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് യോഗ. ശാരീരിക അഭ്യാസങ്ങൾ മാത്രമല്ല, അതിനുമപ്പുറം മാനങ്ങൾ യോഗയ്ക്കുണ്ട്. യോഗ എന്ന വാക്കിൻ്റെ അർത്ഥം വളരെ വിശാലമാണ്. എങ്കിലും നാം ശാരീരികമായ അഭ്യാസങ്ങൾക്ക് മുൻതൂക്കം നൽകിക്കൊണ്ട് പരിശീലനം ആരംഭിക്കുക. പടിപടിയായി നമ്മുടെ പരിശീലനത്തിൻ്റെ ഘട്ടങ്ങളിൽ മാറ്റം വരുത്തി കൂടുതൽ പ്രാവീണ്യം നേടാം. ശാരീരികവും മാനസികവും വൈകാരികവുമായ തലങ്ങളിലേക്ക് നമുക്ക് യോഗയെ വ്യാപിപ്പിച്ച് ഓരോ തലത്തിലും വരുന്ന വ്യത്യാസങ്ങൾ മനസ്സിലാക്കാം. അതിന് ഇന്നു മുതലെങ്കിലും അഭ്യാസം ആരംഭിക്കണം. ചെറിയ ചെറിയ യോഗയിലൂടെ ആരംഭിച്ച് നമുക്ക് പറ്റുന്നതിൻ്റെ പരമാവധി തലത്തിലേക്ക് യോഗയിലെ നമ്മുടെ അഭ്യാസം കൊണ്ടുചെന്നെത്തിക്കാം. ഞാൻ ഇന്നു മുതൽ തന്നെ ചെറിയ ചെറിയ ആസനങ്ങൾ വീഡിയോ വഴി പങ്കുവയ്ക്കാം. എന്നെപ്പോലെ മറ്റുള്ള പല ക്രിയേറ്റേഴ്സും യോഗയുമായി മുൻപിലുണ്ട്. എല്ലാവരുടെയും വീഡിയോ കണ്ട് ഏറ്റവും ലളിതമായ വീഡിയോ സെലക്ട് ചെയ്ത് ഏറ്റവും ലളിതമായ ആസനങ്ങളും പ്രാണായാമങ്ങളും സെലക്ട് ചെയ്ത് പരിശീലിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ പരമാവധി തലങ്ങളിലേക്ക് എത്താൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും മറക്കാൻ പറ്റാത്ത ഒരു മാസമായി തീരട്ടെ ജൂൺ മാസം എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.